ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ഫ്രണ്ടേജായി ഏകദേശം 9 സെൻറ്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂമിൻ്റെ മിതമായ നിരക്കിൽ അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. വീടിൻ്റെ ചുറ്റുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും പൂർണ്ണമായി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ സിനർജി ക്രിയേഷൻ്റെ ഫാമിലി മെമ്പേഴ്സുമായി വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടായാലും സ്ഥലമായാലും അതിൻ്റെ വീഡിയോകൾ ഏതെങ്കിലും തന്നെ ചാനലുകളിൽ നിന്നും എടുത്തിടുന്നതോ അതല്ലെങ്കിൽ മറ്റുള്ള ഓണർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അയച്ചു തരുന്നതോ ആയ വീഡിയോകളല്ല. നമ്മൾ പൂർണ്ണമായും ആ സ്ഥലമായാലും വീടായാലും പോയി കണ്ട് വീഡിയോയിൽ പകർത്തി പ്രസൻറ്റ് കണ്ടീഷനിൽ എന്താണോ ആ വീടുള്ളത് അത് അങ്ങനെ തന്നെ പകർത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ചില ഓണർമാരുമായിട്ട് അതിൻ്റെ പേരിൽ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം അവർ താമസിക്കുമ്പോൾ എടുത്തിട്ടുള്ള വീടിൻ്റെ പാർക്കൽ സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോകൾ നമ്മളോട് ഇടാൻ പറയുകയും നമ്മളത് ഇടാറില്ല. കാരണം ഇപ്പോൾ ആ താമസം കഴിഞ്ഞ് 8-9 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ ഭാവം രൂപമൊക്കെ മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ എങ്ങനെയാണോ ആ വീട് അതാണ് നമ്മൾ ഇടുക. അവർ അയച്ചു തരുന്ന വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയമില്ലാത്ത സമയത്ത് വീട് ഇഷ്ടപ്പെട്ട് കാണാൻ വരുമ്പോൾ വീഡിയോയിൽ കാണുന്ന വീട് ഒന്ന്, നിങ്ങൾ വന്ന് നോക്കുന്ന വീട് വേറെ ഒന്ന്, അത്തരത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ യഥാർത്ഥ വസ്തുതയും ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിലുള്ള വീടിൻ്റെ ഭാഗങ്ങളുമാണ് നമ്മൾ എല്ലാ വീഡിയോകളിലും തന്നെ ഇടാറുള്ളത്. വളരെ അപൂർവമായി മറ്റു ജില്ലകളിൽ നിന്നും അയച്ചു തരുന്ന വീഡിയോകളാണ് ഓണറുടെ നമ്പറുകൾ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. അങ്ങനെ അയച്ചു തരുന്ന വീടിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ അതാത് ഓണർമാരുടെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോകൾക്കൊന്നും നമുക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. മറ്റ് ജില്ലകളിലായാലും കോഴിക്കോട്, പാലക്കാട് ഭാഗങ്ങളിലൊക്കെയും നമ്മൾ പോയി വീഡിയോ എടുത്ത് ഓണറുടെ നമ്പറൊക്കെ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഓണർമാരുടെ നമ്പർ വെച്ച് ചെയ്യുന്ന വീഡിയോകൾക്ക് നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്വമില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഓണർക്ക് തന്നെയാണ്. നമ്മുടെ നമ്പർ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ പോയി കണ്ട് ഓണറുമായി സംസാരിച്ചെടുത്ത് ചെയ്യുന്ന വീഡിയോകൾക്ക് മാത്രമാണ് നമുക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ റേറ്റും അതുപോലെ ആ സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റൊക്കെ ആയി ഓവർ ബഡ്ജറ്റിൽ വരുന്ന വീട് നമ്മൾ ചെയ്താലും നമ്മളത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറോ കാര്യങ്ങളില്ല. മിതമായ നിരക്കിൽ മിതമായ ബഡ്ജറ്റിൽ ആ പ്രദേശത്തിൻ്റെ വില അതുപോലെ വീടിൻ്റെ പഴക്കമൊക്കെ അനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ തന്നെ ഒട്ടുമിക്ക വീടുകളും സ്ഥലങ്ങളും വന്ന് കണ്ടിട്ടുള്ളവരാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ അവർക്ക് വരാം, കാണാം. അവരുടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വന്ന് കണ്ട ആളുകൾക്ക് ആ വീടുമായി യാതൊരു ഭാവവ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഏരിയയും കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കാനൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. നമ്മൾ പൂർണ്ണമായും വീടായാലും സ്ഥലമായാലും വീഡിയോ നേരിട്ട് പോയി എടുത്ത കാരണത്താൽ നമുക്ക് യൂട്യൂബ് അനുവദിച്ച് തന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. യൂട്യൂബിൻ്റെ പോളിസിക്ക് വയലേഷൻ ഇല്ലാത്ത കാരണത്താൽ കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് യൂട്യൂബ് ഒരു ചെറിയ കാര്യം അനുവദിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലെ സൈഡ് ഭാഗങ്ങളിലായിട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഭാഗത്തായിട്ടും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അത് ഫ്ലിപ്കാർട്ട്, മിന്ത്രയുടെ പ്രൊഡക്റ്റുകളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആ ലിങ്ക് മുഖേന അതിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട്ടിലേക്ക് ഇഷ്ടമുള്ള ആവശ്യമായ സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും മിന്ത്രയിൽ നിന്നായാലും
വാങ്ങിച്ചാൽ നമുക്ക് അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഐക്കണിൽ കയറിയിട്ട് നമ്മുടെ ഹോം പേജ് എടുത്തതിന് ശേഷം വീഡിയോ അതുപോലെ പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഇതുപോലെ നിരവധി പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് മിന്ത്രയിലേക്കായാലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലേക്കായാലും കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ചെറിയ ഇൻസെൻറ്റീവ് കിട്ടും. ആ ഇൻസെൻറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കൂടുതൽ ഭാഗങ്ങളിൽ കുറവ് ബഡ്ജറ്റിലുള്ള വീടുകളും ലാഭത്തിൽ ലഭിക്കുന്നതുമായ വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ വീഡിയോ പകർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് പരിചയമുള്ളവരൊക്കെ അതിൽ കയറി പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് മാക്സിമം കയറുക. നമുക്ക് പരസ്പരം ഒരു സഹായം കാര്യങ്ങളൊക്കെ ആകും. കാരണം പാവപ്പെട്ട ആളുകളൊക്കെ സ്ഥലമായാലും വീടായാലും വാങ്ങാൻ വരുമ്പോൾ അവർക്ക് കമ്മീഷൻ കുറച്ച് കൊടുത്തുകൊണ്ടും ചിലർക്ക് ഇല്ലാതെ തന്നെ നമ്മൾ ഇതിനോടകം തന്നെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ എന്ന രീതിയിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് തത്സമയം ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പള്ളിപ്പുറം പ്രദേശത്താണ്. അമ്മാടം കോട്ടന്നൂർ പള്ളിപ്പുറം പ്രദേശത്താണ്. മെയിൻ ബസ് റൂട്ട് തൃശ്ശൂരിൽ നിന്നും തൃപ്രയാർക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ, തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 11-12 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ, അമ്മാടം സെൻറ്ററിൽ നിന്ന് ഏകദേശം 1.5-1.25 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് 9 സെൻറ്റ് സ്ഥലത്തിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം. ആ 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഔട്ട് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂം. അതുപോലെ തന്നെ വീടിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻപേ തന്നെ കണ്ടിട്ടുണ്ടാകും. പറ്റാത്ത കിണറുണ്ട്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 2 കാറുകൾ മുൻപിൽ തന്നെ സൈഡ് ഭാഗത്തായി പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ കാർ പോർച്ചൊക്കെ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ താഴത്തെ ഭാഗത്തെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 20 കൊല്ലത്തെ പഴക്കമാണ്. മുകൾ ഭാഗത്താണ് ഏകദേശം 3 കൊല്ലം മാത്രമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 9 സെൻറ്റ് സ്ഥലത്തിൽ 1600 സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ്. യാത്രാ സൗകര്യം ഉൾപ്പെടെ ഈ വീടിൻ്റെ ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അമ്പലം, ഏകദേശം 1.5-1.25 കിലോമീറ്ററിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി, അതുപോലെ തന്നെ ആ ഭാഗത്ത് തന്നെയായിട്ട് LKG മുതൽ +1-+2 വരെയുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ, ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബാങ്കുകൾ, സൂപ്പർ മാർക്കറ്റ്, ഹെൽത്ത് സെൻറ്റർ, അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും. മെയിനായിട്ട് മെയിൻ ബസ് റൂട്ട് തൃശ്ശൂർ തൃപ്രയാർ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ നല്ല വീടുകളുടെ ഇടയിലായി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട്, ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ഈ വീട് ഉള്ളത്. 9 സെൻറ്റ് സ്ഥലമുണ്ട്, 1600 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, 4 ബെഡ്റൂമുണ്ട്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ ലിവിങ് ഹാള്, ഡൈനിങ് ഹാളൊക്കെ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വിരിച്ചിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് ഒരു വിറക് പുര കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. വറ്റാത്ത കിണറുണ്ട്. വീടിന് ഫുൾ പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ സൈഡ് ഭാഗത്ത് തുണി അലക്കിയിടുന്നതിന് അത്യാവശ്യ കാര്യങ്ങൾക്ക് സ്റ്റോർ. ഇതാണ് ആ ബാക്ക് സൈഡിൽ പുതിയ വീടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നിരവധി നല്ല വീടുകളുടെ ഇടയിലായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീടിന് ആവശ്യമുള്ളവർക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ ഏത് ബാങ്കിൽ നിന്നായാലും നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. ഈ വീട് കാണുവാനും ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.